ഇന്ന് സദ്യ സ്പെഷ്യലായിട്ടുള്ള പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വഴന്നതിൽ വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്ന സമയത്ത് കുറച്ച് ചുവന്നുള്ളി വട്ടത്തിലൊക്കെ അരിഞ്ഞിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വറുത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ചിട്ട് ഒരിത്തിരി പച്ചമുളകും കുറച്ച് കായും കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും നല്ലോണം ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് ഒരു ഗ്ലാസ് നല്ല കട്ടിയായിട്ടുള്ള പുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണേ. പുളി പിഴിഞ്ഞ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തിളച്ച് കുറുകി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഏകദേശം ഈ ഒരു പരുവായി വരുന്ന സമയത്ത് ഞാനൊരു 4 സ്പൂൺ ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കണേ. ഇതിന് പകരം വേണമെങ്കിൽ ഒരു ക്യൂബ് ആ ഒരു കട്ടയായിട്ടുള്ളൊരു ശർക്കര ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വെന്ത് നല്ലോണം കുറുകിയിട്ട് കളറൊക്കെ മാറി വരുന്നത് വരെയും ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഏകദേശം ഈ ഒരു പരുവൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നല്ലോണം തണുത്ത് കുറച്ച് നേരം ഇരുന്ന ശേഷം കഴിക്കാനാണ് പുളിയിഞ്ചി നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്.